വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെല്ലാം പ്രിയപ്പെട്ടവരെയും ഈ സമയത്ത് അറിയിക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. യേശു കർത്താവ് പറയുന്നൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഒരു വാഗ്ദത്തമാണ്. നമ്മൾ ഒരു മനസ്സോടെ ആ കാര്യങ്ങൾ ഭൂമിയിൽ ചെയ്യുന്നെങ്കിൽ അത് കർത്താവ് കൂടെ ഇരിക്കും, അത്ഭുതം ചെയ്യുമെന്ന്. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടു. അപ്പോസ്തലന്മാർ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിന് മുമ്പിൽ ചെല്ലുമ്പോൾ പത്രോസും യോഹന്നാനും കൂടെ ഒന്നിച്ച് പറയാണ്, ഞങ്ങളെ നോക്ക്, ഞങ്ങളുടെ കയ്യിൽ വേറെ ഒന്നും തരാനില്ല, വെള്ളിയും പൊന്നും ഒന്നും തരാനില്ല, പക്ഷെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നടക്കാമെന്ന് പറയാം. അവരൊരു മനസ്സോടെ, എന്നെ നോക്കാൻ അവർ പറഞ്ഞില്ല, ഞങ്ങളെ നോക്കാനാണ് പറഞ്ഞു. പരിശുദ്ധാത്മാവ് വരുമ്പോൾ തന്നിലേക്കുള്ള നോട്ടമല്ല, പിന്നെ നമ്മൾ ഒന്നിച്ച് നിന്ന് പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് അത് മാറുകയാണ്. ഭൂമിയിൽ വെച്ച് ഏറ്റവും ഐക്യമത്യപ്പെടാൻ പറ്റുന്നത് കുടുംബമാണ്. കുടുംബത്തിൽ രണ്ടുപേർ ഒരു മനസ്സോടെ ഇരുന്നാൽ അവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവിനോട് എന്ത് ചോദിച്ചാലും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് അത് ചെയ്തു തരും. അപ്പോൾ പ്രാർത്ഥിക്കുമ്പം ഒരുമനപ്പെട്ടുള്ള പ്രാർത്ഥന, രണ്ടുപേർ പ്രാർത്ഥിക്കുമ്പോൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ഇവിടെ പറയാണ് 19-ാമത്തെ വാക്യം, ഭൂമിയിൽ വെച്ച് നിങ്ങൾ രണ്ടുപേർ ചോദിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യമത്യപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിങ്കിൽ നിന്ന് അവർക്ക് ലഭിക്കും. രണ്ടുപേർ പ്രാർത്ഥിക്കുമ്പം ആ പ്രാർത്ഥനാ വിഷയം ഒരുമനപ്പെട്ട പ്രാർത്ഥിക്കുന്നെങ്കിൽ സ്വർഗസ്ഥനായ പിതാവിങ്കിൽ നിന്ന് ആ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി അവർക്ക് ലഭിക്കും എന്നാണ് പറയുന്നത്. എന്നിട്ട് പറയണം, 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിൽ ഉണ്ട് എന്നും ഞാൻ നിങ്ങളോട് പറയും. 2-3 പേർ പ്രാർത്ഥിക്കുന്നിടത്ത് അത്ഭുതം നടക്കുമെന്ന് മാത്രമല്ല, 2-3 പേർ ഒരു മനസ്സോടാ കൂടി വരുന്നെങ്കിൽ അവരുടെ മധ്യത്തിൽ യേശു ഉണ്ട്. യേശു ഉണ്ടെങ്കിൽ യേശു ചെന്നിടത്തെല്ലാം അത്ഭുതങ്ങൾ നടന്നു, യേശു ചെന്നിടത്തെല്ലാം അടയാളങ്ങൾ നടന്നു. അങ്ങനെയെങ്കിൽ നമ്മളും ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കും, ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കും. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി ഉടനീളം വായിക്കുമ്പോൾ അവർ ഒന്നിച്ചു കൂടിയിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ നടുവിൽ വന്നതായി വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. അവർ 120 പേർ ഒന്നിച്ച് മാളിമുറിയിൽ കൂടിയിരുന്നപ്പോൾ, ഒരേ മനസ്സോടെ കൂടിയിരുന്നപ്പോഴാണ് പരിശുദ്ധാത്മാവ്. അപ്പോസ്തലന്മാർ ഒന്നിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കൂടെ കുലുങ്ങി എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തിയിൽ ആണത് നമ്മൾ കാണുന്നത്. അവർ കൂടിയിരുന്ന് ഒന്നിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥനയുടെ നടുവിൽ അവരിരുന്ന സ്ഥലം കൂടെ കുലുങ്ങിപ്പോയി. അപ്പോസ്തല പ്രവൃത്തി 4:31 പറയും, ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. എൻ്റെ 23-ാമത്തെ വാക്യത്തിൽ പറയാണ്, അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ച് പറഞ്ഞു. ഒരുമനപ്പെടുക എന്നുള്ളത് വലിയ കാര്യമാണ്. ആകാശവും ഭൂമിയും ആ പ്രാർത്ഥനയിലാണ് ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങിയത്, അത്ഭുതം നടന്നത്. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയിൽ ഒരു കുലുക്കവും വരാത്തത്, അത്ഭുതം നടക്കാത്തത് നമ്മൾ ഒരുമനപ്പെടാത്തത് കൊണ്ടാണ്. നമ്മളെ ഒരുമനപ്പെടുത്താൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കഴിയും. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ, അതാണ് പറയുന്നത്, അപ്പോസ്തല പ്രവൃത്തി 2 പറയാണ്, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയത്. ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരിക്കുന്നത് തന്നെ ഒരുമനപ്പെടുന്നതിൻ്റെ കാര്യമാണ്. അവിടെ പറയുന്നത്, പെട്ടെന്ന്
കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്നൊരു മുഴക്കമുണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്നാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നി ജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷനായി. അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി. അതിൻ്റെ 2:14 പറയണം, അപ്പോൾ പത്രോസ് 11 പേരോട് കൂടെ നിന്നുകൊണ്ട് അവരോട് പറഞ്ഞു. ഇതെല്ലാം ഒരുമനപ്പെടലിനെ കാണിക്കുന്നതാണ്. അതുതന്നെയാണ് യേശു കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്ന കാര്യങ്ങൾ സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ. പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഒരു കാര്യം പറയാണ്, അത് ഒരുമനപ്പെട്ട് വേണം പ്രാർത്ഥിക്കാൻ. ഭൂമിയിൽ വെച്ച് നിങ്ങൾ ചോദിക്കുന്ന യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യമെത്തിയപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിങ്കിൽ നിന്ന് അവർക്ക് ലഭിക്കും. നമുക്ക് ഐക്യമെത്തിപ്പെടാം, ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കാം, നമുക്ക് പ്രാർത്ഥനയിൽ ഉറ്റിരിക്കാം. നമ്മുടെ ഹൃദയങ്ങളെ കഠിനമാക്കാതെ എന്ത് ദൈവശബ്ദം കേട്ടാലും തിരിച്ചറിയുന്നു ലോലമായ സോഫ്റ്റ് ഹാർട്ടായി നമുക്ക് തീരാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പിതാവെ, പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ഇന്ന് വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന രോഗികൾ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ആകുല ചിന്തകൾ മാറട്ടെ, ഭയങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളിലും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വവും അറുക്കപ്പെട്ട കുഞ്ഞാടിന് യേശു ക്രിസ്തുവിൻ പുണ്യനാമത്തിൽ പിതാവേ, ആമേൻ.